ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സിഞ്ചു ടെക് ഷെയർ. ഞാൻ ഇന്നൊരു അനാലിസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അനാലിസ് ചെയ്യാൻ പോകുന്നത് ഐ ആം കാതലൻ എന്ന് പറയുന്ന മലയാളം ഫിലിം ഉണ്ടല്ലോ, അതിൽ കാണിച്ചിരിക്കുന്ന ഹാക്കിംഗ് ടെക്നിക്കുകൾ പോസിബിൾ ആണോ അല്ലയോ എന്നതും പോസിബിൾ ആണെങ്കിൽ അതിനുള്ള ഫിക്സ് എന്തൊക്കെയാണെന്നും പറയുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് ഫിഷിങ് ചെയ്ത് നോക്കാം. മീൻ പിടിക്കാൻ പറ്റിയ സമയം. ഞാനവിടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. മീൻ കൊതിയൻ. ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കൊരു ഫേക്ക് ലിങ്ക് അയച്ചു കൊടുക്കും. അവൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും നമുക്ക്. ഈ ഫിലിമിൽ തുടക്കത്തിൽ തന്നെ നെസ്ലിൻ ഫിഷിംഗ് എന്നൊരു ടേം ഉപയോഗിക്കുന്നത്. എന്താണ് ഫിഷിംഗ്? നമ്മളൊരു മീൻ പിടിക്കുന്നതിന് ചൂണ്ടയിൽ കുളത്ത് ഇര എല്ലാം ഇട്ടിട്ട് മീനെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് അത് അതിന്റെ ഇരയാണെന്ന് വിചാരിച്ച് വിഴുങ്ങുന്നു. ആ സമയത്ത് നമ്മൾ മീനെ പിടിച്ച് പുറത്തോട്ട് എടുക്കുന്നു. ഇതേ ഒരു രീതിയിൽ തന്നെയാണ് ഇന്റർനെറ്റിൽ ഫിഷിംഗ് വെച്ചിട്ട് ഒരു ആളുടെ ഡീറ്റെയിൽസോ ലോഗിൻ ഡീറ്റെയിൽസ് എല്ലാം ക്യാപ്ചർ ചെയ്യുന്നത്. അതിന് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിഷിംഗ് ലിങ്ക് അല്ലെങ്കിൽ ഫിഷിംഗ് ഇമെയിൽ തുടങ്ങിയ കാര്യങ്ങൾ ഇവർക്ക് അയച്ചു കൊടുക്കും. ആ ലിങ്കിൽ പൊതുവെ കൊടുത്തിരിക്കുന്നത് എന്തെങ്കിലും ഓഫർ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഫുഡ് ഈ ലിങ്കിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു യൂസർ എന്ത് ചെയ്യും? ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് ഈ ലിങ്ക് ഓപ്പൺ ചെയ്യും. ഈ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിലൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു ലോഗിൻ വിൻഡോ ഉണ്ടാവും. ഈ ലോഗിൻ വിൻഡോയിൽ ഇവരുടെ യഥാർത്ഥമായ ഇമെയിൽ ഐഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാനായിരിക്കും ഇവർ ചോദിക്കുന്നത്. അപ്പോൾ യൂസർ എന്ത് ചെയ്യും? തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് അയാളുടെ യഥാർത്ഥമായ ലോഗിൻ ഐഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാൻ നോക്കും. ലോഗിൻ ചെയ്യുമ്പോൾ നോർമലി ചിലപ്പോൾ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ എറർ അല്ലെങ്കിൽ പാസ്വേഡ് നോട്ട് വർക്കിംഗ് അല്ലെങ്കിൽ സെർവർ നോട്ട് അവൈലബിൾ തുടങ്ങിയ എന്തെങ്കിലും എറർ മെസ്സേജ് കൊടുക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഇവരുടെ യഥാർത്ഥമായ ലോഗിൻ ഡീറ്റെയിൽസ് സെർവർ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടാവും. ഈ ഇൻഫർമേഷൻ ഹാക്കേഴ്സ് യൂസ് ചെയ്തിട്ട് ഈ ലോഗിൻ ചെയ്യാൻ ശ്രമിച്ച ആളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യുന്ന രീതിയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഷിംഗ് തടുക്കാൻ ഒരേ ഒരു രീതിയുള്ളൂ. നമ്മൾ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക വന്നിരിക്കുന്ന ലിങ്ക് അത് കറക്റ്റ് ആയിട്ടുള്ള സൈറ്റിന്റെ തന്നെയാണോ. ഫേസ്ബുക്ക് എന്ന് പറഞ്ഞിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന URL ചിലപ്പോൾ ഡിഫറെന്റ് ആവാം. ഇൻസ്റ്റാഗ്രാം എന്ന് പറയും, പക്ഷെ അതിന്റെ URL ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ HTTPS ഉണ്ടോ എന്ന് വ്യക്തമായിട്ട് ചെക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ ലോഗിൻ ചെയ്യുക. പൊതുവെ ഇങ്ങനെ ലോഗിൻ ചെയ്ത് ആരും ഓഫറുകളൊന്നും കൊടുക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വരുന്ന ലിങ്കുകളെല്ലാം തന്നെ ഫിഷിംഗ് ആണ്. അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. അതിനകത്ത് എൻ്റെ വൈഫൈ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതാണെങ്കിൽ 24 മണിക്കൂർ ഓണാണ്, ഒടുക്കത്തെ സ്പീഡ് വേണം. ഇപ്പം പാസ്വേഡ് മാറ്റി. എൻ്റെ ഹോട്ട്സ്പോട്ട് ആണോ? വേണ്ട, ഞാൻ സെറ്റ് ചെയ്തോളാം. അങ്ങനെ സെറ്റ് ചെയ്യാന്ന്. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് നെസ്ലിൻ അവന്റെ അടുത്ത വീട്ടിലുള്ള വൈഫൈന്റെ പാസ്വേഡ് ഹാക്ക് ചെയ്യുന്ന രീതിയാണ്. പക്ഷെ എന്തൊരു എക്യുപ്മെന്റ് ഓപ്പൺ ചെയ്യുന്ന പോലെ ഒരു ബോക്സിൽ നിന്ന് ഓപ്പൺ ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. അത് വലിയ സംഭവം ഒന്നല്ല. അതൊരു വൈഫൈ അഡാപ്റ്ററാണ്. ബഫലോന്റെ USB വൈഫൈ അഡാപ്റ്റർ മാത്രമാണ്. അത് ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് ഹാക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ബാക്കിയുള്ളത് നോക്കാം. നെസ്ലിൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലിനക്സിന്റെ ആയിരിക്കും. ഇതിൽ കമാൻഡ് ലൈനിൽ വൈഫൈ ടി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വൈഫൈ ടി എന്ന് പറയുന്നത് പൈത്തൺ സ്ക്രിപ്റ്റ് വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു ടൂളാണ്. ഈ വൈഫൈ ടൂളിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഓഡിറ്റിംഗ് ടൂളാണ്. ഇത് നമ്മളുടെ വൈഫൈ നെറ്റ്വർക്കിലുള്ള വർണബിലിറ്റി അല്ലെങ്കിൽ അത് എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡും ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഓഡിറ്റിംഗ് ടൂളാണ്. മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു 3 അറ്റാക്കുകളാണ്. ഒന്ന് WPS അറ്റാക്ക്, മറ്റൊന്നാണ് PMKID അറ്റാക്ക്, പിന്നൊന്ന് പ്രീ ഒതന്റിക്കേഷൻ അറ്റാക്ക്. അപ്പോൾ ആദ്യം ഈ ടൂള് അവിടെ നെറ്റ്വർക്കിലുള്ള അവൈലബിൾ ആയിട്ടുള്ള വൈഫൈകൾ ഏതാണ്, അതിന്റെ ഓതന്റിക്കേഷൻ ടെക്നിക്ക് എന്താണ്, റേഞ്ച് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം സ്കാൻ ചെയ്യും. ഇതിൽ ഇവൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ WPS പിക്സി ഡസ്റ്റ് എന്ന് പറയുന്ന ഒരു ഹാക്കിംഗ് ആപ്പ് വെച്ചിട്ടാണ് വൈഫൈയുടെ പാസ്വേഡ് ഹാക്ക് ചെയ്യാൻ നോക്കുന്നത്. വൈഫൈ പ്രൊട്ടക്റ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ WPS എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള വൈഫൈ ഓതന്റിക്കേഷൻ സെറ്റപ്പ് ആണ്. ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന 2 രീതിയിലാണ് ഈ ഒതന്റിക്കേഷൻ സംഭവിക്കുന്നത്. ഒന്ന്, ഒരു ബട്ടൺ ഉണ്ടാവും 2 ഡിവൈസിലും. നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിച്ച 2 ഡിവൈസിലും ഒരു ബട്ടൺ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സിമ്പിൾ പിൻ ഉണ്ടാവും. ഒരു 8 ഡിജിറ്റോ 6 ഡിജിറ്റോ എന്തെങ്കിലും ഒരു പിൻ ഉണ്ടാവും. ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് വൈഫൈ ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്യാം. ആ ഒരു ടെക്നോളജിയാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ വൈഫൈയിലെ WPSന്റെ ഈ സ്വിച്ച് പ്രസ് ചെയ്യുക. ഒരു ജസ്റ്റ് ഒരു പുഷ് ബട്ടൺ ആണ്. ജസ്റ്റ് 2 സൈഡും ഒരേ സമയം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഒതന്റിക്കേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഒരു ചെറിയൊരു പിൻ ഉണ്ടാവും. ആ പിൻ വെച്ചിട്ട് അപ്പോൾ ഒരു സൈഡിൽ പിൻ ആയിരിക്കും നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്, മറ്റേ സൈഡിൽ ഈ പിൻ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ആ ജസ്റ്റ് ആ മൊമെന്റിൽ നമ്മൾ ഈ WPSന്റെ ഈ പുഷ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഈ ടെക്നോളജിയിൽ ഒരു ലൂപ്പ് ഹോൾ വെച്ചിട്ടാണ് ഈ ടൂള് ഇതിനെ ഹാക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനുള്ള ഒരു ഫിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്കിലെ റൗട്ടറിൽ WPS ഉണ്ടെങ്കിൽ അത് നമ്മൾ മസ്റ്റ് ആയിട്ടും ഡിസേബിൾ ചെയ്യുക.
WPS എന്ന് പറയുന്ന ഒരു കൺവീനിയൻറ്റ് ഫെസിലിറ്റി ആണെങ്കിലും ഇതിന്റെ ഇങ്ങനെ ഒരു വർണബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ നെറ്റ്വർക്കിൽ നമ്മൾ എപ്പോഴും അത് ഡിസേബിൾ ചെയ്ത് വെക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല സെക്യൂരിറ്റി. WPS ഡിസേബിൾ ചെയ്യുക, അതുകൂടാണ്ട് തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള WPA2 അല്ലെങ്കിൽ WPA3 എൻക്രിപ്ഷനോട് കൂടിയ വൈഫൈ പാസ്വേഡ് ആയിരിക്കണം നമ്മൾ വൈഫൈയിൽ എപ്പോഴും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു 2 കാര്യങ്ങളുണ്ടെങ്കിൽ ഇതുപോലുള്ള അറ്റാക്കുകൾ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും. ഈ പാസ്വേഡ് ഹാക്ക് ചെയ്തതിനു ശേഷം ആ പാസ്വേഡ് ഈ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എൻക്രിപ്ഷൻ WPA ആണ്, WPA2 or 3 അല്ല, WPA ആണ്. അതുകൂടാണ്ട് WPS പിന്നെ എനേബിൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വൈഫൈ കോംപ്രമൈസ് ആയത്. അതിന്റെ പാസ്വേഡ് ആയിട്ട് PSK പാസ്വേഡ്, പ്രീഷെയ്ഡ് കീ എന്ന് പറയുന്ന പാസ്വേഡ് കാണിച്ചിട്ടുണ്ട്, ammu.vs06. അതായത് ഇത് നെസ്ലിന്റെ പെങ്ങളുടെ പേരാണ് അമ്മു. ഈ ഒരു കാര്യം കൊണ്ടാണ് നെസ്ലിൻ മനസ്സിലാക്കുന്നത് അടുത്ത വീട്ടിലെ പയ്യനും ഇവന്റെ പെങ്ങളും തമ്മിൽ പ്രേമത്തിലാണെന്ന്. എന്തൊക്കെ അറിയണം. ബൈനറി കിങ് എന്നാണ് ഇവൻ VPN യൂസ് ചെയ്തിരിക്കുന്ന യൂസർ നെയിം. അതിന് അവന്റെ കൂട്ടുകാരൻ കളിയാക്കുന്നതാണ് അതിന്റെ ലോഗോ ഒക്കെ വെച്ചിട്ട്. ഇനി VPN എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ നോർമൽ സർവീസ് പ്രൊവൈഡർ ലെവലിൽ ഉണ്ടായിരിക്കുന്ന റെസ്ട്രിക്ഷൻ കാര്യങ്ങളെല്ലാം ഓവർ റൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് VPN യൂസ് ചെയ്യുന്നത്. അതായത് ഇന്ത്യയിൽ ചിലപ്പോൾ റൂൾ ഉണ്ടാവും, പല സൈറ്റുകളും യൂസ് ചെയ്യാൻ പാടില്ല, ബാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ പല സ്ഥലങ്ങളും ഓരോ സ്ഥലത്തും ഓരോ റൂളുകളാണ്. ഇപ്പൊ ഇന്ത്യയിൽ PUBG അല്ലെങ്കിൽ പല ചൈനീസ് സൈറ്റുകളും ബ്ലോക്ക്ഡ് ആണ്. അപ്പൊ അതൊക്കെ ഓവർ റൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് VPN യൂസ് ചെയ്യുന്നത്. VPN എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് വെർച്വൽ നെറ്റ്വർക്ക്. ഇത് പ്രൊവൈഡ് ചെയ്യുന്ന കുറെ പ്രൊവൈഡേഴ്സ് ഉണ്ട്. അപ്പൊ ഈ VPN സൈറ്റിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു യൂസർ ID പാസ്വേഡും അത് വെച്ചിട്ട് വേറൊരു കൺട്രിയിലുള്ള ഒരു IP അഡ്രസ്സ് വെച്ചിട്ടായിരിക്കും നമ്മുടെ ഇന്റർനെറ്റ് കണക്ട് ആവുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ നിന്നും ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ടണല് വേറൊരു കൺട്രിയിലെ ഒരു VPN പ്രൊവൈഡിങ് സെർവറിലോട്ട് ഉണ്ടാവും. അപ്പൊ അതൊരു സെക്യൂർഡ് ടണൽ ആയതുകൊണ്ട് തന്നെ ഇതിലൂടെ പോകുന്ന ട്രാഫിക് സർവീസ് പ്രൊവൈഡർക്കോ ആർക്കും കാണാൻ പറ്റില്ല. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ VPN ടണൽ ഹൈലി എൻക്രിപ്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിലൂടെ പോകുന്ന ഡാറ്റ അത് എന്താണെന്ന് നോക്കാനൊന്നും പറ്റില്ല. അതിനുശേഷം ആ സെർവറിൽ നിന്നായിരിക്കും ഈ സൈറ്റ് ആക്സസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ടന്റ് ലെവലോ അല്ലെങ്കിൽ സൈറ്റ് ലെവൽ തുടങ്ങിയുള്ള റെസ്ട്രിക്ഷനൊന്നും VPN വഴി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളെ ബാധിക്കില്ല. ഭാരിച്ച കാര്യം അന്വേഷിക്കാണ്ട് നീ ആ പെണ്ണിനെ അയച്ചു കൊടുക്കേണ്ട പോസ്റ്റർ സെറ്റ് ചെയ്യും. മനസ്സിലായോ? ഏതടുപ്പിലെങ്കിലും ഇട്ടുണ്ടാക്കും. ഇതിൽ ഇവന്റെ ഫ്രണ്ട് യൂസ് ചെയ്യുന്ന ഒരു സൈറ്റിന്റെ പേരാണ് പിക്സാർട്ട്. പിക്സാർട്ട് എന്ന് പറയുന്ന ഒരു AI ബേസ്ഡ് ഫ്രീ ആയിട്ട് പോസ്റ്റർ എല്ലാം ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. അവിടെ വെച്ചിട്ടാണ് ഇവർ ഹാക്കിംഗ് ലിങ്ക് അല്ലെങ്കിൽ ആ ഫിഷിംഗ് ലിങ്ക് സെൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പോസ്റ്റർ ഉണ്ടാക്കുന്നത്. ഈ സെലക്ട് ചെയ്തേക്കുന്ന ലിങ്ക് അവൾക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതേപോലത്തെ ഇൻസ്റ്റാഗ്രാം ലോഗിൻ ചെയ്യാനായിട്ട് ഒരു പേജ് വരും. അതിൽ ഐഡിയും പാസ്വേഡ് ഇപ്പൊ ഞാൻ 1 2 3 4 5 6 അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കണ്ടോ, ഇവർ ആ ഫിഷിംഗ് ലിങ്ക് അവൻ ഏതൊരു ഫോമിൽ നിന്ന് കിട്ടിയ ഒരു ലിങ്ക് വെച്ചിട്ട് ഫിഷിംഗ് സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു ഫേക്ക് സൈറ്റാണ് ഈ ഫിഷിംഗ് ലിങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പ്രൊമോഷനോ അല്ലെങ്കിൽ ഓഫർ കിട്ടാൻ വേണ്ടി ഈ ഇൻസ്റ്റാഗ്രാമിന്റെ ഫേക്ക് ആയിട്ടുള്ള സൈറ്റിൽ ഈ ഇമെയിൽ IDയും പാസ്വേഡ് അല്ലെങ്കിൽ യൂസർ നെയിം പാസ്വേഡും ടൈപ്പ് ചെയ്യണമെങ്കിൽ അവിടെ അത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഗ്ലിച്ച് പോലെ അല്ലെങ്കിൽ വർക്ക് ചെയ്യാത്ത പോലെ കാണിക്കും. പക്ഷെ ആ ഇൻഫർമേഷൻ ഹാക്കറിന് കിട്ടുകയും ചെയ്യും. ആ ഇൻഫർമേഷൻ വെച്ച് അയാൾ ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് ലോഗിൻ ചെയ്തിട്ട് അവരുടെ അക്കൗണ്ട് ചെക്ക് ചെയ്യാനും പറ്റും. അപ്പൊ ഇൻസ്റ്റാഗ്രാമിന്റെ ഈ ഫേക്ക് ആയിട്ടുള്ള സൈറ്റിലോട്ട് ആർക്കാണോ ഈ ലിങ്ക് കിട്ടുന്നത് അവരിത് തെറ്റിദ്ധരിച്ചിട്ട് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ഇൻഫർമേഷൻ നെസ്ലിനും കൂട്ടുകാരനും കിട്ടുകയും ചെയ്യും. അത് വെച്ചിട്ട് അവരുടെ ഫ്രണ്ടിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്യാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇപ്പൊ ഇതിൽ ഇവൻ കാണിക്കേണ്ട അവിടെ ഫേക്ക് ആയിട്ട് ആരെങ്കിലും എന്ത് ടൈപ്പ് ചെയ്താലും അത് ആ സെർവർ ക്യാപ്ചർ ചെയ്തിട്ട് ഇവർക്ക് അത് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു ലിങ്കാണ് അവരുടെ ഫ്രണ്ടിന് ഇവർ അയച്ചു കൊടുക്കാൻ പോകുന്നത്. ഇനി അയച്ചു കൊടുത്തിട്ട് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ ഈ കേട്ടതുപോലെ തന്നെയാണ് ആ കുട്ടി കുറച്ചുകൂടി ബോധമുള്ള കൊച്ചായിരുന്നു. അപ്പോൾ ഇത് പോസിബിൾ ആയിട്ട് ഉള്ള ഒരു കാര്യമാണ്. നമ്മൾ ആർക്ക് വേണമെങ്കിലും ഫിഷ് ചെയ്ത് തെറ്റിദ്ധരിപ്പിച്ചിട്ട് നമ്മുടെ ലോഗിൻ ഇൻഫർമേഷൻ എടുക്കാവുന്നതാണ്. അപ്പൊ അതിനുള്ള ഒരു ഫിക്സ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഇതുപോലുള്ള ലിങ്കുകൾ കാര്യങ്ങളൊന്നും ഓപ്പൺ ചെയ്ത് തുറന്ന് ആരും പറ്റിക്കപ്പെടാതിരിക്കുക. രണ്ടാമത്തത് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ വാട്സപ്പ് ത്രൂ ലിങ്ക് വഴിയൊന്നും ആരും ഒരു ഓഫറൊന്നും കൊടുക്കാൻ പോകുന്നില്ല. അതൊക്കെ പഴയ രീതിയാണ്. ഇപ്പോൾ ഉള്ള ആരും ഇങ്ങനെ ലിങ്കുകൾ വന്നാൽ ഓപ്പൺ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രൊമോഷൻ പരിപാടികളെല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പനികളെല്ലാം നിർത്തി വെച്ചിരിക്കുന്നതാണ്. ഇൻ കേസ് നമ്മളിങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ അക്കൗണ്ടുകളെല്ലാം ഇപ്പോൾ 2 ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ ഇൻ കേസ് നമ്മൾ റോങ് അറിയാതെ തന്നെ ഈ ഇമെയിൽ IDയും പാസ്വേഡ് യൂസർ നെയിം എല്ലാം കൊടുത്താലും ഒരു സെക്കൻഡ് ഒതന്റിക്കേഷൻ എന്ന നിലയിൽ ഒരു 2 ഫാക്ടറും കൂടി ചോദിക്കും. ആ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ജിമെയിൽ, ഇമെയിൽ അക്കൗണ്ടുകളിലെല്ലാം ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് കിട്ടാത്തടത്തോളം കാലം
ഈ ഹാക്കർക്ക് ഈ യൂസർ നെയിം പാസ്വേഡും വെച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനും പറ്റില്ല. എല്ലാവരുടെ അക്കൗണ്ടുകളിൽ, അതായത് ബാങ്കിന്റെ ആയാലും ഇമെയിലിന്റെ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ എല്ലാ കാര്യത്തിലും നമ്മൾ 2 ഫാക്ടർ നിർബന്ധമായിട്ടും ഇംപ്ലിമെന്റ് ചെയ്യുക.